വോട്ട് ചെയ്തുവെന്ന കേരള കോൺഗ്രസിന്റെ ആരോപണത്തിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. അടിസ്ഥാനമില്ലാത്ത ആരോപണമെന്നാണ് CPM LDF നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് CPM-ന്റെയും മുന്നണി നേതൃത്വത്തിന്റെയും നിലപാട്. വിവരങ്ങൾ നൽകാനായി ജോസി ബാബു ചേരുകയാണ്. ജോസി, ഇന്നലെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിമർശനം CPM നേതൃത്വത്തിനെതിരെ ഉയരുകയും CPM ക്രോസ് വോട്ട് ചെയ്തു, അതാണ് ഇത്ര വലിയ തിരിച്ചടിക്ക് കാരണമായത് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ, ഒരു അഭിപ്രായ പ്രകടനമൊക്കെ ഉണ്ടായത്. അതിൽ CPM നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൽ ഇനിയൊരു നിലപാടിലേക്ക് പോകാൻ ഇടയുണ്ടോ കേരള കോൺഗ്രസ് നേതൃത്വം? ദിവ്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യാൻ കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് ഉയർന്നു വന്നൊരു വിഷയമായിരുന്നു CPM ക്രോസ് വോട്ട് ചെയ്തു, കാര്യമായി CPM വോട്ടുകൾ കേരള കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുള്ളത്. അത് പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി ആവർത്തിക്കുകയും ചെയ്തു. മലബാർ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും, ഇരിക്കൂരിലടക്കം കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്നു, പല മണ്ഡലങ്ങളിലും കൃത്യമായി CPM വോട്ടുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. മുന്നണി മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെയും ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം മുഖ്യമന്ത്രി ഏറ്റെടുക്കരുതെന്ന് വരെയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഏറ്റവും ഗൗരവതരത്തിലുള്ള വിഷയം ക്രോസ് വോട്ടിംഗ് നടന്നു. BJPക്കും UDF-നും അനുകൂലമായി CPM അണികൾ വോട്ട് ചെയ്തു എന്നുള്ള കേരള കോൺഗ്രസിന്റെ ആരോപണമാണ്. ഈ ആരോപണത്തിൽ CPM നേതൃത്വത്തിനും LDF നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് CPM-ന്റെയും LDF-ന്റെയും സംസ്ഥാന നേതൃത്വമാണ് എന്നതാണ് CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വം LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ജില്ലയിൽ നിന്നുള്ളവർ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സംഘടനാ സംവിധാനമുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് പലയിടത്തും അങ്ങനെയല്ല കാര്യങ്ങൾ. പലയിടത്തും എല്ലാ പഞ്ചായത്തുകളിലും പോലും കേരള കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല. അങ്ങനെയുള്ളിടത്തൊക്കെയും കൈമേയ് മറന്ന് LDF-ന്റെയും CPM-ന്റെയും പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉയർത്തിവിട്ടിരിക്കുന്നതെന്നാണ് കേരള കോൺഗ്രസിനെതിരെയുള്ള ഈ ആരോപണത്തിൽ CPM-ന്റെയും LDF-ന്റെയും മറുപടി. എന്തായാലും ജില്ലയിലെ നേതാക്കളുമായൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തി. അവർ നേരിട്ടൊരു പ്രതികരണത്തിന് ഉടൻ തയ്യാറാകില്ല, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരമൊരു പ്രതികരണത്തിലേക്ക് പോവുകയുള്ളൂ. ഇക്കാര്യത്തിലേക്ക് വിശദീകരണം നൽകേണ്ടതും നിലപാട് പറയേണ്ടതും CPM-ന്റെയും LDF-ന്റെയും സംസ്ഥാന നേതൃത്വമാണ് എന്നതാണ് CPM ജില്ലാ നേതൃത്വവും LDF-ന്റെ നേതാക്കളും പ്രതികരിക്കുന്നത്. ദിവ്യ.